ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അടുത്ത ആഴ്ച കാത്തിരിക്കുന്ന എപ്പിസോഡിൻ്റെ ചെറിയൊരു റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. ഈ ആഴ്ച പോലെ തന്നെയും നമ്മുടെ സച്ചിയുടെ രേവതിയും നല്ല അടിപൊളി റൊമാൻറ്റിക് എപ്പിസോഡുകൾ, അതായത് തമാശ നിറഞ്ഞതും അവരുടെ സ്നേഹത്തിൻ്റെതായ എപ്പിസോഡുകൾ നിറഞ്ഞ ഭാഗങ്ങൾ തന്നെയായിരിക്കും കാത്തിരിക്കുന്നത്. മാത്രമല്ല, ഇതിനിടയിൽ നമ്മുടെ ചന്ദ്ര ശ്രീകാന്തിനെയും വർഷയും വീട്ടിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ചന്ദ്ര പട്ടിണി കടന്ന് ശ്രമിക്കുന്നുണ്ടല്ലേ. എന്നാൽ ഇതൊന്നും ഏൽക്കുന്നില്ല എന്ന് മനസ്സിലാകുന്ന സ്ഥിതിക്ക് ചന്ദ്ര അടുത്ത പയറ്റുമായിട്ട് അടുത്ത ആഴ്ച എന്തായാലും എത്തുന്നതായിരിക്കും. അതെന്താണെന്ന് നമുക്ക് അടുത്ത ആഴ്ച എപ്പിസോഡിൽ തന്നെ കാത്തിരുന്ന് കാണാം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വർഷ ജോലി സ്ഥലത്തേക്ക് പോകുന്നതിനിടയിൽ വർഷയുടെ നേരത്തെ വിവാഹം ആലോചിച്ചിരുന്ന അയാൾ കുറെ ഗുണ്ടകളെ ഇറക്കിക്കൊണ്ട് വരികയും വർഷയെ തട്ടിക്കൊണ്ട് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. വർഷയെ കാണുന്ന സമയത്ത് എന്താ മോളെ വർഷ, നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുകയും ഇനി നിനക്ക് എന്തായാലും പ്രത്യേകിച്ച് സുഖം എന്ന് പറയാനുള്ള ഒരു കാര്യം ഉണ്ടാവില്ല, ഇനി നിനക്ക് സുഖത്തിൻ്റെ നാളുകളല്ലായിരിക്കും വർഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷയെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഗുണ്ടകളെ ഇറക്കി തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇതെല്ലാം കണ്ടു നിൽക്കുന്നുണ്ടെങ്കിലും അതിനിടയിൽ ധൈര്യസമേതം വന്ന് വർഷയെ രക്ഷിക്കുന്നത് നമ്മുടെ രേവതിയാണ് കേട്ടോ. രേവതി അവിടെ കടന്ന കല്ലുകളും മറ്റും എടുത്ത് ഗുണ്ടകളുടെ നേർക്കെറിയുകയും വർഷയെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം വർഷയെ ചേർത്ത് നിർത്തിയിട്ട് രേവതിയെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് രേവതിയോടായിട്ട് വർഷ തുറന്ന് ശ്രീകാന്തിനെ വീട്ടിലേക്ക് വരണമെന്നൊരു ആഗ്രഹം ഉണ്ടെന്നുള്ള കാര്യം തുറന്ന് പറയുമ്പോഴത്തേക്കും രേവതി പറയാണ്, നീ പേടിക്കണ്ട, എന്തായാലും ഞാൻ വീട്ടിൽ സംസാരിക്കാം എന്നൊക്കെ പറയാറുണ്ട്. ആ സമയത്തും വർഷ പറയുന്നുണ്ട്, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ രേവതി അടുത്തിട്ട് ഹസ്ബൻഡ് സച്ചേട്ടന് തീരെ പിടിക്കില്ല, അന്ന് പറഞ്ഞു കേട്ടല്ലേ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കൈയും കാലും തല്ലുപിടിക്കുന്നത് പറഞ്ഞു കേട്ടതല്ലേ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നത്, ആ ഒരു കാര്യം ഓർത്ത് എന്തായാലും വർഷ നീ പേടിക്കണം, അതായത് ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ്, അല്ലാതെ നീ വർഷ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളെ അല്ല സച്ചേട്ടൻ, എന്തായാലും ഞാൻ വീട്ടിൽ സംസാരിച്ചെല്ലാം ഓക്കെ ആക്കി തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോവുകയാണെ. പിന്നീട് കാണിക്കുന്നത് രേവതി ഒരു ഹീറോയിനായി മാറുകയാണ് കേട്ടോ. രേവതി വർഷയെ രക്ഷിച്ച ആ ഒരു ഭാഗം ഒരാൾ വീഡിയോ പകർത്തുകയും ആ വീഡിയോ വൈറലാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അറിയാലോ, ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞാൽ തൊട്ടുപോലെ തന്നെ മാധ്യമങ്ങൾ എത്തിപ്പിടിക്കൂലേ. അങ്ങനെ നമ്മുടെ രേവതിയെ കാണാനും ഇൻ്റർവ്യൂ ചെയ്യാനായിട്ടും മാധ്യമങ്ങൾ ഒരുപാട് പേര് വരികയാണ്. ഈ സമയത്ത് രേവതിയുടെ ഈ ധീരത കണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ പൊക്കി സംസാരിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ സച്ചിക്കും ചെറിയൊരു അഭിമാനമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് രക്ഷിച്ചിരിക്കുന്നത് വർഷയാണെന്ന് ആ സമയത്ത് സച്ചി അറിയുന്നില്ല. പിന്നീട് സച്ചിയൊക്കെ എല്ലാവരും അറിയുന്നുണ്ട് കേട്ടോ. എന്നാൽ രേവതി ഈ ഒരു ഹിറ്റ്, അതായത് രേവതി ഒരു വൈറലാവുന്നു എന്നറിയുമ്പോഴത്തേക്കും ചന്ദയ്ക്കും ശ്രുതിക്കൊന്നും തീരെ പിടിക്കുന്നില്ല. രവിക്കാണെങ്കിൽ സന്തോഷമാവുന്നുണ്ട്. സച്ചിയാണെങ്കിലും പിന്നീട് ഈ ഒരു രീതിക്കും രേവതിനെ അറിയാതെ അടുക്കളയിൽ തന്നെ പൂട്ടിയിട്ടിരിക്കുക എന്ന് പറഞ്ഞ് അമ്മ കളിയാക്കിയിട്ടുണ്ടല്ലോ. എന്നിരുന്നാലും ഇപ്പോൾ ഇവളൊരു നിങ്ങൾ എത്ര പേര് അറിയും, പക്ഷേ രേവതിയെ ഇപ്പോൾ ഒരുപാട് പേര് അറിയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രക്കെട്ട് നല്ല കൊട്ടൊക്കെ കൊട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ അടുത്താഴ്ച കാത്തിരിക്കുന്നതിന് കാണാം. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.